എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഇന്നലോട്ട് നമ്മുടെ +1 സീരീസ് ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ +1 സോഷ്യോളജിയാണ് നോക്കുന്നത്. +1 സോഷ്യോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് സോഷ്യോളജി ആൻഡ് സൊസൈറ്റി, സമൂഹശാസ്ത്രം സമൂഹം എന്ന് പറയുന്ന പാഠഭാഗമാണിത്. അപ്പം നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ഹ്യൂമാനിറ്റീസ്, +1 +2 ഹ്യൂമാനിറ്റീസ് എടുത്തവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില സ്കൂളിൽ സോഷ്യോളജി ഉണ്ടാകും. അപ്പോൾ സോഷ്യോളജി പഠിക്കുന്ന കുട്ടികളാണ് ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യോളജിനെ പറ്റി വലിയ അറിവൊന്നും ഉണ്ടാവില്ല. 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സോഷ്യോളജിയെക്കുറിച്ച് ചെറുതായി പഠിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സോഷ്യോളജി ഈസ് എ സോഷ്യൽ സയൻസ്, അതായത് സമൂഹശാസ്ത്രം ഒരു സാമൂഹ്യ ശാസ്ത്രമാണ് അല്ലേ. അപ്പോൾ നമ്മൾ സമൂഹശാസ്ത്രം എന്ന പുതിയൊരു വിഷയമാണ് പഠിക്കുന്നത്. ഇതൊരു തിയറിറ്റിക്കൽ സബ്ജക്റ്റാണ്, അതായത് ഫുൾ തിയറിയാണ് ഈ ഒരു പേപ്പറിൽ വരുന്നത്. സോഷ്യോളജി എന്ന ഇതിൽ വരുന്നത് നമ്മൾ കുറേ പദങ്ങൾ, സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ വാക്കുകൾ, കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോഷ്യോളജി എവിടെ ഉത്ഭവിച്ചു, ആരാണ് അത് കൊണ്ടുവന്നത്, അങ്ങനെ കുറേ ആൾക്കാരെ പറ്റിയും കുറേ വാക്കുകളെ പറ്റിയും കുറേ ബുക്സിനെ പറ്റിയൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നു. അപ്പം +1 സോഷ്യോളജി, +2 സോഷ്യോളജി രണ്ട് പാർട്ടാക്കിയിട്ടാണുള്ളത്. +1 സോഷ്യോളജിയിലെ ഫസ്റ്റ് ഭാഗമാണ് ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജി, അതായത് സമൂഹശാസ്ത്രത്തെ പരിചയപ്പെടുത്തൽ എന്ന ഭാഗത്തിലെ ഫസ്റ്റ് പാഠഭാഗമാണ് സോഷ്യോളജി ആൻഡ് സൊസൈറ്റി, സമൂഹശാസ്ത്രവും സമൂഹം. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠഭാഗമാണ്. അപ്പം നമുക്കിതൊന്ന് നോക്കാം. ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഇടുന്നത്. ഫസ്റ്റ് ഭാഗമാണിത്, സെക്കൻഡ് ഭാഗം ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ പാഠത്തിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ പാഠത്തിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അത് പറയുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പം സോഷ്യോളജി പഠിച്ചു തുടങ്ങി. അപ്പം നമുക്ക് സോഷ്യോളജിയുടെ പിതാവ് ആരാണെന്ന് എക്സാമിന് പലപ്പോഴും ചോദിക്കും. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന എക്സാമിന് ചോദിക്കും. ആരാണ്? അഗസ്ത് കോംതെയാണ് സമൂഹശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത്. ആരാണ്? അഗസ്ത് കോംതെ. അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ പാഠത്തിൽ പഠിക്കേണ്ടത് എന്താണ്? ഒരു തിയറി അല്ലെങ്കിൽ ഒരു സിദ്ധാന്തമാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ആര് കൊണ്ടുവന്ന തിയറിയാണിത്? ഇത് സി റൈറ്റ് മിൽസ് എന്ന അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായ സി റൈറ്റ് മിൽസ് കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണെന്ത്? നമ്മുടെ സമൂഹശാസ്ത്രപരമായ ഭാവന അഥവാ ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇത് എന്താണ് പറയുന്നത്? ഇത് എക്സാമിന് 1 വേർഡായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വ്യക്തിപരമായ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണെന്ത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതായത് വ്യക്തിപരമായ പ്രശ്നം എന്താണ്? മദ്യപാനം ഒരു വ്യക്തിപരമായ പ്രശ്നമാണ്. പക്ഷേ മദ്യപിച്ച് ഒരു വ്യക്തി പൊതുസ്ഥലങ്ങളിൽ, അതായത് റോഡുകളിലൊക്കെ വന്ന് വഴക്കുണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതെന്താവുന്നു? അതൊരു പൊതുപ്രശ്നമാകുന്നു. അപ്പം വ്യക്തിപരമായ ഒരു പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണെന്ത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ആരാണ്? സി റൈറ്റ് മിൽസ് ആണ്. ഇത് നമ്മൾ +1 പഠിക്കുന്നുണ്ട്, +2 കുറച്ച് ഇതേ ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്. അപ്പം വ്യക്തിപരമായ പ്രശ്നവും പൊതുപ്രശ്നവും വ്യക്തിപരമായ പ്രശ്നവും എക്സാമിന് ഇങ്ങനെയാണ് ചോദിക്കുക 1 വേർഡായിട്ട്. വ്യക്തിപരമായ പ്രശ്നത്തെയും പൊതുപ്രശ്നത്തെയും തമ്മിൽ പഠിച്ച് സമൂഹശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിക്കും. ആരാണ്? സി റൈറ്റ് മിൽസ് ആണ് അങ്ങനെ പഠിച്ചത്. പിന്നെ വേറൊരു വിധത്തിൽ ചോദിക്കും, സമൂഹശാസ്ത്രപരമായ ഭാവന അവതരിപ്പിച്ചത് ആരാണ്? അതും നമ്മുടെ സി റൈറ്റ് മിൽസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കുക. 1 വേർഡാണ് ഈ ഭാഗത്ത് നിന്ന് വരിക. പിന്നെ ഇവിടെ വ്യക്തിപരമായ പ്രശ്നത്തിനും പൊതുപ്രശ്നത്തിനും ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്താണ്? അതൊരു ഇന്ദിരാ ആവാസ് യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇവിടെ പഠിക്കേണ്ട ടോപ്പിക്കാണ് നമ്മുടെ സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. സമൂഹശാസ്ത്രവും സാമാന്യ ബോധജ്ഞാനവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എക്സാമിന് 4 മാർക്കിന് ചോദിക്കുന്നതാണ്. 4 or 2 മാർക്കിന് ചോദിക്കും. സമൂഹശാസ്ത്രവും സാമാന്യബോധവും. സോഷ്യോളജി എന്താണ്? അതൊരു ശാസ്ത്രീയമായൊരു വിഷയമാണ് അല്ലേ. സോഷ്യോളജി ശാസ്ത്രീയമാണ്. അത് എന്താണ്? ശരിയാവാനാണ് കൂടുതൽ ചാൻസ്. ഒരിക്കലും സോഷ്യോളജി എന്ന ഒരു ഇത് തെറ്റില്ല. എന്നാലോ സാമാന്യ ബോധജ്ഞാനം തികച്ചും വ്യക്തിപരമായ വിശദീകരണങ്ങളാണ്. സ്വാഭാവികവും വ്യക്തിപരമാണ്, അത് പേഴ്സണലാണ്. അപ്പോൾ അതിനെന്തുണ്ടാവും? തെറ്റ് സംഭവിക്കാം. ഒരു ശാസ്ത്രീയമായ അടിത്തറ നമ്മുടെ സാമാന്യ ബോധജ്ഞാനത്തിനില്ല. പിന്നെന്താണ് പറയുന്നത്? സാമാന്യബോധം കേവലം ധാരണകൾ മാത്രമാണ്, ശാസ്ത്രീയമായ അടിത്തറയില്ല.
അതേപോലെ നമ്മുടെ ഈ സോഷ്യോളജി സാമാന്യബോധത്തെ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. സാമാന്യബോധം തികച്ചും വ്യക്തിപരമാണെന്നും ശാസ്ത്രീയമായ അടിത്തറയില്ലെന്നുമാണ് നമ്മുടെ ഈ സോഷ്യോളജി പറയുന്നത്. അതേപോലെ എന്താണ്, സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി ശാസ്ത്രീയമായ രീതിശാസ്ത്രം, മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്. ശാസ്ത്രീയമായ അന്വേഷണ രീതിയോ ചട്ടക്കൂട് സാമാന്യബോധജ്ഞാനത്തിനില്ല. സാമാന്യബോധം അൺറിഫ്ലക്റ്റീവാണ്, അതായത് പരിചിന്തനം ചെയ്യപ്പെടുന്നവയല്ല. പിന്നെന്താണ്, സമൂഹശാസ്ത്രത്തിൻ്റെ ചട്ടക്കൂടിന് പകരം വയ്ക്കാൻ സാമാന്യബോധജ്ഞാനത്തിനാവില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്, സോഷ്യോളജിയാണ് ഒരു ശാസ്ത്രീയമായ അല്ലെങ്കിൽ ഒരു തെറ്റല്ലാത്ത ഒരു ധാരണയായി തീരുന്നത് എന്താണ്, സോഷ്യോളജിയാണ്. സാമാന്യബോധം പലപ്പോഴും തെറ്റായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം നിങ്ങൾക്ക് നോട്ട് ആവശ്യമാണെങ്കിൽ ഞാൻ നോട്ട് വെച്ച് പറയാം. കാരണം ടെക്സ്റ്റിനെക്കാട്ടി നമുക്ക് കുറച്ചും കൂടി നന്നായി പോകുമ്പം നോട്ടായിരിക്കും, നമ്മൾ പോയിൻ്റായിട്ട് എനിക്ക് പറയുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നോട്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾ നോട്ടും കൂടി ചോദിക്കുക. ഇനി നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് എന്താണ്, സമൂഹശാസ്ത്ര നിർമ്മിതിയിൽ ദൈക്ഷണിക ആശയങ്ങൾക്കും ഭൗതിക പ്രശ്നങ്ങൾക്കുമുള്ള പങ്ക്. അതിനെ രണ്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ, സമൂഹശാസ്ത്ര നിർമ്മിതിയിൽ ദൈക്ഷണിക ആശയങ്ങൾക്കുള്ള പങ്ക്, അതായത് ദ ഇൻ്റലക്ച്വൽ ഐഡിയാസ് ദാറ്റ് വെൻറ്റ് ഇൻ ടു ദ മേക്കിംഗ് ഓഫ് സോഷ്യോളജി എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പം നമ്മളിത് ഇപ്പോൾ എടുക്കുന്നില്ല, ഇത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ചെയ്യാം. ഇതൊരു 6 മാർക്കിന് എക്സാമിന് വരുന്ന ചോദ്യമാണ്. ഭൗതിക ആശയങ്ങളെയും ദൈക്ഷണിക ആശയങ്ങളെയും പറ്റി എക്സാമിന് ചോദിക്കും. സോഷ്യോളജി നിർമ്മിതിയെ സഹായിച്ച ആശയങ്ങളെ പറ്റി ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പം നോട്ട് ആവശ്യം ആണെങ്കിൽ നമുക്ക് നോട്ട് വെച്ച് തന്നെ പഠിപ്പിക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോഷ്യോളജി പോലുള്ള ഹിസ്റ്ററി, സോഷ്യോളജി പോലുള്ള സബ്ജക്റ്റ്സൊക്കെ നോട്ട് വെച്ച് പോയിൻ്റാക്കി പഠിപ്പിക്കുന്നതായി നല്ലത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.